ടീച്ചർ, അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ആൺകുട്ടികൾ മോഹിനിയാട്ടം പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പം പെൺകുട്ടികളെ പോലെ തന്നെ പഠിക്കുന്ന ആൺകുട്ടികൾ കൂടുതലാണ്. അപ്പം അതിനെ പറ്റി ടീച്ചറിന് അഭിപ്രായം എന്താണ്? അല്ലെ കൂടുതൽ എന്തെങ്കിലും ടീച്ചറിന് അതിനെപ്പറ്റി പറയാനുണ്ടോ? ഈ ചോദ്യത്തിന്, നവ്യ പറഞ്ഞ ചോദ്യത്തിന് ഇടയിൽ കയറി ഞാൻ ഒരു വെട്ടും. ഒരുപാട് കുട്ടികൾ പഠിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ബോയ്സ്, അത് തന്നെ തെറ്റ്. ഒരുപാട് കുട്ടികളൊന്നും പഠിക്കുന്നില്ല. ഒരു കാര്യമില്ല പഠിച്ചിട്ട് ഇപ്പോഴത്തെ കാലത്ത്, പ്രത്യേകിച്ച് മോഹിനിയാട്ടം പഠിച്ച് മോഹിനിയാട്ടം പഠിച്ച ടീച്ചർമാരെ ചൊറിയും കുത്തിയിരിക്കണം, ഈച്ചയാട്ടിയിട്ട്. 100ൽ കുറേ ശതമാനം കുട്ടികൾ പഠിക്കുന്നത് ഭരതനാട്യമാണ് പഠിക്കുന്നത്. ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ് കുച്ചിപ്പുടിയിലോട്ട് കടക്കാൻ. മനസ്സിലായോ? ആ ഒരു ഫുട് വർക്കും കാലുകളൊക്കെ സ്റ്റൈല് മൊത്തം വ്യത്യാസമുണ്ട് കുച്ചിപ്പുടി. എന്നിരുന്നാലും മുദ്ര പിടിച്ചു, ഏത് മുദ്ര പിടിച്ചാലും ഇതെല്ലാം കുച്ചിപ്പുടിയിലുണ്ട്. ഇങ്ങനെ പിടിക്കുന്നതായാലും അല്ലെങ്കിൽ എങ്ങനെ പിടിക്കുന്നതായാലും കുറേയൊക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് കുട്ടികൾ അധികവും ഈ ഭരതനാട്യം കുച്ചിപ്പുടിയാണ് പഠിക്കുന്നത്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഏകദേശം ആൺകുട്ടികൾ ഒരുവിധം നല്ല ഒരു ശതമാനം ഭരതനാട്യം കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട് ബോയ്സ്. പക്ഷെ നവ്യ പറഞ്ഞതിൽ മോഹിനിയാട്ടം എത്ര പേര് പഠിക്കുന്നുണ്ടെന്ന് വെച്ചാൽ മോഹിനിയാട്ടത്തിൻ്റെ അടുത്തൊന്നും വന്ന് കളിക്കാൻ പറ്റില്ല ആർക്കും. അതൊക്കെ ഭയങ്കരമായൊരു സാധനമാണത്. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. പ്രേക്ഷകർ ഇതിനെ എങ്ങനെ വിലയിരുത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വികാരവും വിചാരം തമ്മിലുള്ള ഡിഫറൻറ്റ് ശരിക്കും അറിഞ്ഞിരിക്കണം മോഹിനിയാട്ടം പഠിക്കണമെങ്കിൽ. മനസ്സിലായേ? വികാരം ഒന്ന്, വിചാരം ഒന്നാണ് അല്ലേ? ഇപ്പോൾ എൻ്റെ കുട്ടി കളിച്ചല്ലോ എന്ന് ചില അമ്മമാർക്ക് തോന്നുന്നുണ്ടാവും. കളിക്കും, ജതിസ്വരം കളിക്കാം, ചൊൽക്കെട്ട് കളിക്കാം, തില്ലാന കളിക്കാം. ഇളതളി ശയനേ മനോ പാവകളി കളിപ്പാതി ലെന്തു സംശയം കാന്ത തെളിവിയലും മോഹമെന്തു കിന്തു തേ കാന്ത വിളറി മറുവി ഡൊന്നോ. ഇതൊക്കെ കളിക്കാൻ ആൺപിള്ളേരെ കൊണ്ട് പറ്റുമോ? സത്യമായിട്ട് സെക്സ് പരമായിട്ട് പറയുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ ബെഡ്റൂമിലേക്ക് വിളിക്കുന്ന ഒരു വരിയാണ് ഈ പാട്ടിൻ്റെ പല്ല. ഇതിനകത്ത് സ്വാതി തിരുനാൾ കൃതിയിൽ സ്വാതി തിരുനാൾ മഹാരാജ 100ൽ 99.4% പെണ്ണുങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് വരി എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു സെക്സ് രൂപേണയുള്ള ഒരു വരിയാണ് ഞാൻ ഇപ്പോൾ പാടിയത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായാൽ തന്നെ പറ്റുള്ളൂ. തെളിവിയലും ഇപ്പം ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടേ മോഹമെന്തു കിന്തു തേ കാന്ത. ഈ നായിക വന്നിട്ട് അല്ലെങ്കിൽ ഭാര്യ വന്ന് നായിക ചെന്ന് നായകൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയുന്ന വരിയാണിത്. ഇതൊന്നും ഒരു ആൺകുട്ടിയെ കൊണ്ട് കളിക്കാൻ പറ്റില്ല. കളിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ ചൊൽക്കെട്ട് കളിക്കാം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കളിക്കാം. പക്ഷേ കളിച്ചുകൊണ്ട് വന്നിട്ട് ഈ കുട്ടി വലുതായി കഴിഞ്ഞാൽ ഈ കുട്ടി മോഹിനിയാട്ടം പഠിപ്പിക്കാൻ പിള്ളേരെ കിട്ടിയിട്ട് വേണ്ടേ? ഇപ്പോൾ കുറച്ച് അധ്യാപകരൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. അവർ തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ കുറേ പേരുണ്ട് മോഹിനിയാട്ടം ക്ലാസ് എടുത്തിട്ട്. അതുപോലെ ഭയങ്കര വ്യത്യാസമുള്ളൊരു ആർട്ട് ഫോമാണിത്. മറ്റത് രണ്ടും പോലെയല്ല. ഇപ്പം തന്നെ കലാമണ്ഡലത്തിൽ ബോയ്സിന് മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇത്
പഠിച്ചിറങ്ങിയിട്ട് കുട്ടികൾക്ക് എന്തോ ഒരു പഠിച്ച് ഇറങ്ങണതും ഇവർ ഗവൺമെൻറ് ഇങ്ങനെ ഒരു സാധനം തുടങ്ങിയതൊക്കെ നല്ലതൊക്കെ തന്നെ. പക്ഷേ അവർക്കൊരു ജോലി സാധ്യതയും കൂടെ ഈ ഗവൺമെൻറ് ഉണ്ടാക്കണം, വേണ്ടേ?